ജനുവരി തൊട്ട് നമ്മുടെ ചൂടുകാലത്ത് അടീനിയം നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞ് ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് അടീനിയ. അപ്പോൾ ആ ചെടി കാണാനും നല്ല ഭംഗിയാണ്, കോഡക്സൊക്കെ വലുതായിട്ട്. അതുപോലെ തന്നെ പൂക്കളും കുറേ ദിവസങ്ങൾ വാടാണ്ട് നിൽക്കും, നല്ല ബ്രൈറ്റ് കളറിൽ നിൽക്കും. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കും ചെയ്യും. ഗാർഡനിൽ നല്ലൊരു ഭംഗി കൊടുക്കും, പൂക്കാവടി പോലെ പൂക്കളുണ്ടാവും, ചെടി കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ അടീനിയത്തിന് നമ്മൾ ഈ ഒരു മെയ് മാസം, ഇപ്പോൾ ഇടമഴ വന്നു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെയ് മാസത്തിൽ നമുക്ക് ചെടിയൊക്കെ പ്രൂൺ ചെയ്ത് കമ്പുകൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ല ചൂടുകാലമാണ്, അപ്പോൾ നിറഞ്ഞ് പൂക്കളുണ്ടായി. പിന്നെ ഇപ്പോൾ ഇടമഴ പെയ്തു, ഇപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ നല്ല മഴയായിരുന്നു. അത് കാരണം പൂക്കളൊക്കെ കുറേ കൊഴിഞ്ഞു പോയി, നിറഞ്ഞ പൂക്കളുള്ള ചെടിയായിരുന്നു. അപ്പോൾ ചിലയിടത്തൊക്കെ കുറച്ച് വിത്തുകളുണ്ടായിട്ടുണ്ട്, കണ്ട ഡാർക്ക് റോസ് അരിവശത്ത്, പിന്നെ ഉള്ളിൽ ലൈറ്റ് റോസ്, അതിൻ്റെ പൂവണത് അത് അതിൻ്റെ വിത്തണത്, രണ്ട് ഇത് കണ്ട ബീൻസ് ഷേപ്പിൽ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്, അതാണ്. ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ്, ഇനി ചൂട് കൊണ്ട് ഇനി പുതിയ ബഡ്സ് ഉണ്ടാവണം. ഇത് ലൈറ്റ് റോസ് ഫ്ലവറാണ്, കണ്ട നിറച്ച് ബഡ്സ് ഉണ്ട്, അതിൻ്റെ വിത്തുണ്ടായുള്ളത്. അത് ഞാൻ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിങ്ങനെ വിത്തുകളൊക്കെ പറന്ന് പോവും അപ്പൂപ്പൻ തടി പോലെ. ഇതിപ്പോൾ ഈ ചെടിയിൽ പോളിനേഷൻ ഒക്കെ ആകുമ്പോഴാണ് വിത്തുകൾ നിറഞ്ഞിട്ടുണ്ടാവുള്ളത്. കണ്ടത് ഈ ഒരു ഏണിൽ തന്നെ ഒരു 6 വിത്തുണ്ട്. ഇപ്പോൾ ഒരു വിത്തിൽ നിന്ന് നമുക്ക് 19 ചെടി ഉണ്ടാവും ഈ ഒരു തണ്ടുമ്പം തന്നെ. ഇത് നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ വരും. മഴ പെയ്ത കാരണമാണ് പൂക്കളൊക്കെ ഒന്നൊരു വിരിയാൻ താമസിച്ചത്. നല്ല മഴയായിരുന്നു ഇവിടെ, എന്നാലും ബഡ്സൊക്കെ കണ്ടത് ഈ ഏണിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വിത്ത് ഉണ്ടായിട്ടുണ്ട്, ചെറിയ 2 വിത്ത് ഇതിങ്ങനെ വെള്ളേരെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ഗ്രീനാണ് വിത്ത് ഉണ്ടാവുക കളറ്. ഇതും വൈറ്റ് ഫ്ലവറാണ്. 2 വിത്ത് ഇവിടെ വലുതുണ്ട്, പിന്നെ ഇതേത് ചെറുത് കണ്ട. ഇതിൽ ഒരെണ്ണം മാത്രമാണ് നല്ല വളർച്ച വന്നിട്ടുള്ളൂ, മറ്റേ സൈഡിലത്തെ വിത്ത് ഇങ്ങനെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വിത്തുകളൊക്കെ ചെടിയുടെ ആരോഗ്യത്തിന് പോളിനേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിത്തുകളൊക്കെ ഉണ്ടാവുക. അപ്പം നല്ല ഹെൽത്തി ആയ ചെടികൾക്ക് എന്തായാലും വിത്തുകളുണ്ടാവും. പോളിനേഷൻ കുറേ ചെടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പോളിനേഷൻ ഒക്കെ ആയിട്ട് നടക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ ചെയ്താലും മതി. പൂ കട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാലറിയാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പാവി മുളച്ച് വന്ന തൈകളെ കണ്ട ചെറിയ പോട്ടിൽ നട്ടുള്ളതാണ്. ഇത് കണ്ട, ഇതൊക്കെ നമ്മുടെ പോട്ട് മാറാറായി. ഇതും അതുപോലെ ഈ ചെടി കോഡക്സ് കണ്ടറിയാലോ, ഇത് വിത്ത് പാവുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഇത് കുഞ്ഞൊരു ചട്ടിയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചട്ടി ഇതിങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞു വീഴും, ചട്ടി മാറാറായുണ്ട്. ഇതാണ് നമ്മുടെ ചെടി. എൻ്റെ ചെടി ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അറിയാം, കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ചെടി. അപ്പം നമുക്കിതൊക്കെ പ്രൂണിങ് ചെയ്യാം. അപ്പോൾ ഈ ചെടിയൊക്കെ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാം. ഇത് കണ്ട, ഇതാണ് അപ്പോൾ ചെടിയുടെ വിത്ത് പായപ്പോൾ ഇതുപോലെ കോഡക്സ് ഉണ്ടായിട്ട് കണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. പൂവ് ഇട്ടിട്ടില്ല, എന്നാലും നമുക്ക് ഈ ഒരു ചെടി പ്രൂണിങ്ങിൻ്റെ ടൈമായി. ഇതൊക്കെ നമുക്ക് ഈ ചട്ടി മാറ്റാനുള്ളതാണ്. കണ്ട മണ്ണിത് ഇങ്ങനെ തട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചെടി എങ്ങനെയാണ് പ്രൂൺ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഈ ഒരു ചെടിയുടെ കോഡക്സ് ആണ് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ ചെടി ഇതിങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലകളൊക്കെ ഒന്ന് കളയാം. അതിന് ശേഷം ഉരുണ്ട് വരുന്നൊരു പോർഷനാണത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യാം. പുതിയ ഫ്രഷ് ബ്ലേഡാണത്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസ് ചെയ്യണ്ട. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന കുഞ്ഞു വേരുകളൊക്കെ കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഡക്സ് നല്ല ഉരുണ്ടുണ്ടാവും. അടീനി എന്ന് പറഞ്ഞാൽ നല്ല ബോൺസായി ലുക്ക് വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചെടി പ്രൂൺ ചെയ്യണേ. ഈ വേരൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ചെടി ഇതിൽ നിന്ന് ഇങ്ങനെ വളമൊക്കെ വലിച്ചെടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെടി നല്ലൊരു ഭംഗിയാവും, കണ്ട. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നടുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം മണ്ണിൻ്റെ ഇടയിൽ മതി ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ബോൺസായി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൂട്ടൊക്കെ പ്രൂൺ ചെയ്തിട്ടാണ് നമ്മുടെ അടീനിയത്തിൻ്റെ ചെടികളൊക്കെ ഇതുപോലെ ബോൺസായി ആയി കോഡക്സ് ഒക്കെ നല്ല സൈസായിട്ട് വന്നുള്ളത്. ഇത് നമുക്കിത് ഇതിൽ കണ്ട അങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റാം. അതിന് ശേഷം ഇത് നമുക്കിവിടെ വെക്കാം. പിന്നെ സാഫ് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ സാഫ് ഒന്ന് ഫംഗിസൈഡാണ് ഇതൊന്ന് തുടച്ച് വെക്കുക, അല്ലെങ്കിൽ മെഴുകുതിരി ഉറ്റിച്ചും വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീഞ്ഞു പോവില്ല. ഇനി അതുപോലെ നമുക്ക് എല്ലാ ചെടിയും ഇതുപോലെ പ്രൂൺ ചെയ്യാം.
ഇതൊക്കെ നമുക്ക് സ്റ്റെമ്മ് നട്ട് പുതിയ തൈകൾ പിടിപ്പിക്കാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് അഡീനിയത്തിൻ്റെ ഒരു ഗാർഡൻ തന്നെ ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പുതിയ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കുകയും ചെയ്യാം. നല്ല ഇതളുകൾ അധികമുള്ള ചെടികൾ നമുക്ക് ഇതിലിങ്ങനെ കട്ട് ചെയ്ത് സാധാരണ സിംഗിൾ പെറ്റൽ അഡീനിയത്തിലാണ് നമ്മൾ പുതിയ ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കാറ്. ഇത് നമ്മുടെ അഡീനിയത്തിൻ്റെ പ്ലാന്റിന് ചെടിയുടെ കളർ വേരിയേഷൻ വരണ കണ്ടില്ല. ഈ ഒരു വേരിയേഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടി നല്ല ഈസി ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കമ്പ് നട്ട് പിടിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കളർ ചേഞ്ച് വരുന്ന ഒരു പോർഷനിൽ നോക്കിയിട്ട് വേണം നടാനായിട്ട്. കണ്ട ഈ ഒരു ചെടി അപ്പം വേഗം പൂവുണ്ടാവും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് ചെടി കിട്ടും. ഇത് കണ്ടിപ്പോൾ പൂവുണ്ടായി തുടങ്ങിയുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും ചെയ്യും. ഇത് ആദ്യത്തെ പ്രൂണിങ് ആണ് ഞാൻ ഇതുവരെ ഈ ചെടി പ്രൂൺ ചെയ്തിട്ടില്ല. നമുക്കിതിൻ്റെ ചെടി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ടായി ആ ചെടിച്ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട്. കണ്ട അതിൻ്റെ കോഡക്സ് ഒക്കെ അതിൽ ഉറച്ചു പോയി. ചെടിയുടെ കോഡക്സിന് ഇത് മാറ്റേണ്ട സമയം ആയി. വേരുകളും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കണ്ട ഈ ഒരു വേരും കളയാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ കമ്പുകൾ നട്ടുപിടിപ്പിക്കാമെന്നാണ് ഞാൻ പറയേണ്ടത്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഈ പ്ലാന്റ് ഞാൻ കമ്പ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായതാണ്. കോഡക്സ് കണ്ട പ്രൂണിങ് ഒക്കെ ഒരു 3 ട്രിപ്പ് പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ചെടിയൊക്കെ നല്ല കരുത്തിൽ വന്നിട്ട് കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ കോഡക്സ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വിത്ത് പാവിയ തന്നെയല്ല, നമ്മുടെ അഡീനിയത്തിൻ്റെ കൊമ്പ് നട്ടാലും കോഡക്സ് ഇതുപോലെ നല്ല വലുപ്പത്തിൽ വരും. ഇതിങ്ങനെ സൈസ് കൂടി കൂടി വരും. മറ്റു ചെടികളിലെ കോഡക്സ് ഒക്കെ കുറച്ച് കൊല്ലം പഴക്കം വന്നിട്ട് തന്നെയാണ് ഇത്രത്തോളം ആയുള്ളത്. ഇത് വിത്ത് പാവി മുളച്ചതാണ്. അപ്പോൾ ഒരു 15 കൊല്ലമായിട്ടുണ്ടായതാണ്. അപ്പോൾ അതുപോലെ ഈ കമ്പ് നട്ട് ചെടിയും ഇതുപോലെ കോഡക്സ് കൊല്ലം പഴക്കം വരുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രൂണിങ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സൈസിലേക്ക് വലുതായിട്ട് വരും. ഇത് നല്ലൊരു മീഡിയാണ് നമ്മുടെ ചെടികളൊക്കെ വളരാനായിട്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയുള്ളത് വെർമി കമ്പോസ്റ്റ് ഉണ്ട്, പെർലൈറ്റ് ഉണ്ട്, മണ്ണീര് കമ്പോസ്റ്റ് ഉണ്ട്, ചകിരിച്ചോറുണ്ട്, പിന്നെ പിണ്ണാക്ക് പൊടിച്ചതുണ്ട്, പെർലൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ടിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. കമ്പ് നടാനായാലും നമുക്കിതിൽ ഈ ഒരു മീഡിയത്തിൽ കമ്പ് നട്ട് കഴിഞ്ഞാൽ എല്ലാ കമ്പുകളും പെട്ടെന്ന് മുളയ്ക്കും. ഇതുപോലെ ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെടി റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പ് നടണമെങ്കിൽ നമുക്ക് ഇതുപോലെ വട്ടത്തിലുള്ള പാത്രം വേണമെന്നില്ല. ഇതിപ്പോൾ ചെടി റിപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഈ ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്ത് നല്ല ഡ്രെയിനേജ് വേണം. അതിന് ഞാൻ ചെറിയ ചെറിയ ഓടും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു മിക്സ്ചർ ഡയറക്റ്റായിട്ട് ഇടുന്നു. വെള്ളം മാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിറച്ച് കല്ലുകളിട്ട വർഷക്കാലമാണല്ലോ വരണത്. വർഷക്കാലത്ത് നമുക്ക് ഇതുപോലെ ചെടി ഇങ്ങനെ പുറത്ത് വെക്കാൻ പറ്റും. ഇതുപോലെ ഒരു കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ചെടി ഇതിലേക്ക് നടാം. അല്ലെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് പെർലൈറ്റ്, മണ്ണ്, ചാണകപ്പൊടി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചെടി നട്ടുപിടിപ്പിച്ചാൽ മതി. അതിന് ശേഷം ഇത് ഒരാഴ്ച തണലത്ത് വെക്കണം. എന്നിട്ട് വേണത് നമ്മൾ വെയിലത്ത് വയ്ക്കാം. പിന്നെ ഒരു കാരണവശാലും ഇവിടെ വെള്ളം കൊള്ളാൻ പാടില്ല. ഇപ്പോൾ ഫംഗിസൈഡ് തേച്ച കാരണം വെള്ളം കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും വെള്ളം കൊള്ളണത് ഒഴിവാക്കണം. ഇത് മഴയും വെയിലും അധികം കൊള്ളാത്തൊരു ഏരിയയാണ്. അപ്പം ഞാൻ ഈ ചെടി ഇവിടെ വെക്കുന്നുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് കമ്പ് എങ്ങനെയാണ് നടന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കമ്പ് കട്ട് ചെയ്തത് വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കറ്റാർ വാഴയുടെ റൂട്ടിങ് ഹോർമോൺ പോലെ അത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കറ്റാർ വാഴയുടെ ജെല്ലിലൊന്ന് നല്ലോണം ഒന്ന് ഇത് കണ്ട ഈ ഒരു മുറിഞ്ഞ ഭാഗം ഇതുപോലെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ഇത് ചകിരിച്ചോറ്, പിന്നെ മണ്ണ്, ചാണകപ്പൊടിയൊക്കെ കൂടി ചട്ടിയിൽ ഞാക്കിയുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ചെടി വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വേറെ ഓരോ പോട്ടിലായിട്ട് നടാം. ഇതിപ്പോൾ ഒരൊറ്റ പോട്ടിൽ തന്നെ ഞാൻ കൊമ്പ് നടുന്നു. അതിനുശേഷം നമുക്ക് വേര് ഏതാ ഹെൽത്തി ആയെന്ന് വെച്ചാൽ മാത്രം നമുക്ക് ചെടി മാറ്റി നട്ടാൽ മതി. കണ്ട ഇതൊക്കെ വേര് പിടിച്ചോളും. അപ്പോൾ നമുക്ക് വരുന്ന ചട്ടികളിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വേര് പിടിപ്പിക്കാം. ഒരു 3 ആഴ്ചയോളം തണലത്ത് വെക്കണം. വേര് പിടിക്കണം. വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ നട്ട് പിടിപ്പിച്ച് വേര് വന്ന് കിളിർത്ത ചെടിയാണ് ഇത്. കണ്ട അതിൻ്റെ കോഡക്സ് ഒക്കെ വലുതായി വരുന്നുണ്ട്. ക്രമേണ അത് വലുതായി വരും. ഇപ്പം ഞാൻ ചാരപ്പൊടി ഇട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ കടയ്ക്ക നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടീനിയത്തിൻ്റെ കമ്പ് പ്രൂൺ ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അടീനിയത്തിൻ്റെ തയ്യുണ്ടാവും, അതുപോലെ തന്നെ നല്ല ചെടിയും നല്ല ഭംഗിയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ അടീനിയം നിറഞ്ഞുണ്ടാവും. ചാണപ്പൊടി മണ്ണും പെർലൈറ്റും മാത്രം മതി. നല്ലൊരു ഡ്രെയിനേജ് വേണം. അത് കഴിഞ്ഞ് തണലത്ത് വെക്കണം. ഒരു 3 ആഴ്ച വെച്ചാൽ മതിയോ. അതിനുശേഷം നമ്മൾ വെയിലത്ത് വെക്കണം. ഇത്രയും ആവശ്യമുള്ള നമ്മുടെ ചെടികളൊക്കെ വേരൊക്കെ പിടിച്ച് നല്ലോണം അടീനിയം ചെടികൾ നമുക്ക് ഉണ്ടാവും.